നമസ്കാരം. നമസ്കാരം. പാല ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് പാല. അതിന് കാരണം മാണി സി കാപ്പൻ അവിടെ സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടല്ല, അവിടെ ഷോൺ ജോർജ് സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടല്ല, നമ്മുടെ പ്രിയങ്കരനായ കെ എം മാണിയുടെ മോൻ ജോസ് കെ മാണി അവിടെ ദയനീയമായി തോൽക്കാൻ പോണു, അതിദയനീയമായി തോൽക്കാൻ പോണു എന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാല ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. ചിലപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അന്ത്യം ചിലപ്പോൾ ഈ ഇലക്ഷനിലൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഈ കഥയെ കുറിച്ചിട്ട്? കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരുപക്ഷെ പാലയുടെ രാഷ്ട്രീയ ചരിത്രം കൂടെ ആയിരുന്നു ഒരു കാലത്ത്. അതിനുശേഷം മാണി സാറ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ തകർച്ച കാണാൻ തുടങ്ങി. ആ കാലത്ത് ഒരു ലോക്സഭാ ഇലക്ഷൻ നടന്നു. ഈ ജോസ് കെ മാണി സാറിൻ്റെ മകനെ, മുഴുവൻ പ്രതാപത്തിലുള്ള മാണി സാറിൻ്റെ മകനെ ആരും പ്രതീക്ഷിക്കാതെ പിറ്റിച്ചാക്കയുടെ മോൻ പി സി തോമസ്, അത് ശ്രദ്ധിക്കണം, BJPയുടെ പിന്തുണയിൽ ജോസ് കെ മാണി തോൽപ്പിക്കുകയാണ് ഇത് മൂവാറ്റുപുഴ പാല. അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാഠമാണ്. പാല എങ്ങനെ പ്രായോഗികമായി ചിന്തിക്കാൻ പാലാക്കാരൻ മിടുക്കന്മാരാണ്. വെറുതെ നമ്മൾ പുറമേ കാണിക്കുന്ന വികാര പ്രകടനങ്ങൾക്കപ്പുറം പ്രായോഗികമായി ചിന്തിക്കും. ഇവിടെ മത്സരം ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ പാല കൈവിട്ടാൽ എല്ലാം പോയി എന്നുള്ള പേടി ജോസ് കെ മാണിക്കുണ്ട്. പക്ഷെ ആ പേടി സത്യമായിരുന്നു. അത് പ്രൂവ് ചെയ്യപ്പെടാൻ പോവാണ്. ആ പേടി കേരള കോൺഗ്രസ് മൊത്തം ഒളിച്ചു പോകുമെന്നറിയാം. പിന്നെ റോഷി അഗസ്റ്റിൻ അവിടെ ജയിക്കുകയില്ല എന്നുള്ളത് അത് വീണ്ടും തർക്ക വിഷയമാണ്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ ജയിക്കാൻ ഷോൺ ജോർജിന് സാധ്യതയുണ്ടോ? മാണി സി കാപ്പനെ അതിനേക്കാൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചോദിച്ചാൽ മാണി സി കാപ്പനെ തോൽപ്പിക്കാൻ മാത്രമുള്ള ശേഷി ഷോൺ ജോർജിനുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം. ആദ്യം തന്നെ ജോസ് കെ മാണിയെ പറ്റി പറയാം. ജോസ് കെ മാണി കഴിഞ്ഞ തവണ ദയനീയമായിട്ടാണ് അവിടെ പരാജയപ്പെട്ടത്. നാണക്കേടായിരുന്നു. പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ആസ്ഥാനം എന്നാണ്, വത്തിക്കാൻ എന്നൊക്കെ പറയുന്നതിൽ കെ എം മാണി ഉണ്ടായിരുന്നത്. ആ സ്ഥലത്ത് ദയനീയമായി പരാജയപ്പെട്ടു മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു വിലയും നിലയില്ലാതെ കേരള കോൺഗ്രസ്സിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് നമ്മുടെ റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ജോസ് കെ മാണി മത്സരിക്കും എന്ന് പറയും. എന്താ കാര്യം അറിയോ? ജോസ് കെ മാണി അവിടെ മത്സരിച്ച് തോൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? റോഷി അഗസ്റ്റിൻ്റെ ആവശ്യമാണ്. ഇത് പച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതോടുകൂടിയിട്ട് ജോസ് കെ മാണിക്ക് എഴുന്നേക്കാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. റോഷി അഗസ്റ്റിൻ്റെ ധാരണ ഇത്തവണ ജോസ് കെ മാണി റോഷി അഗസ്റ്റിനെ വിജയിപ്പിക്കുന്നുള്ളതാണ്. എന്നാൽ കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും അടിത്തട്ടിൽ വരെ ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാൻ ആര് പ്രവർത്തിക്കുന്നു? ജോസ് കെ മാണി പ്രവർത്തിക്കും. ഇത്രയും അപമാനിതനായ ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ജോസ് കെ മാണി ആരാണ്. ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ സരിത നായരുടെ അടിപ്പാവാട ഊരിയ ഒരു തെണ്ടിയാണെന്ന് പറയാൻ പറ്റും. അതിന് 50 ലക്ഷം രൂപയാണ് കൊടുത്തത്. ആര്? നമ്മുടെ ജോസ് കെ മാണിക്ക് കൊടുത്തത് പി സി ജോർജിനെ വളരെ വ്യക്തമായി പറഞ്ഞ 50 ലക്ഷം രൂപയാണ് സെറ്റിൽമെൻറ്റിന് കൊടുത്തത്. ഇപ്പം ഈ അടിപ്പാവാട ഊരിയുള്ള കാര്യങ്ങൾക്ക് പോയാൽ ചെന്നൈ എയർപോർട്ടിൽ വെച്ചിട്ടും അതേപോലെ സ്വന്തം പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ലഭിച്ച ഫ്ലാറ്റിൽ വെച്ച് പീഡനം നടത്തിയെന്നാണ് ആര് പറഞ്ഞ സരിതാ നായർ പറഞ്ഞത്. ആ സരിതാ നായർ പറഞ്ഞ 21 പേജുള്ള റെക്കോർഡിൽ ഈ കാര്യമുണ്ട്. എന്നാൽ പിണറായി വിജയൻ എന്ത് ചെയ്തു? ജോസ് കെ മാണിയെ വരട്ടിയിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് ആ കത്തുപയോഗിച്ചു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നിട്ട് ഒരു ഭാഗം നമ്മുടെ പിണറായിയോടൊപ്പം നിന്നത്. അല്ലാതെ പിണറായിക്കോ ജോസ് കെ മാണിക്കോ പി സി ജോർജിനോ പറയാൻ പറ്റില്ല. എന്ത് സരിതാ നായർക്ക് പോലും പറയാൻ പറ്റില്ല. കൃത്യമായി നടന്നൊരു സംഭവമാണ്. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവനായ ജോസ് കെ മാണിയെ പാലക്കാർ വിജയിപ്പിക്കും. പാലക്കാർക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനെതിരാണ് എന്തൊക്കെ പറഞ്ഞാലും ജോസ് കെ മാണി. കെ എം മാണി എന്തൊക്കെ പറഞ്ഞാലും അതിലൊക്കെ ഒരു കുലീനത്വമുള്ള ഒരാളായിരുന്നു. അതിൻ്റെ അടിത്തട്ടിൽ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ പുറമേക്കാരും അറിയാത്തൊരു രാഷ്ട്രീയമായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പണം മേടിച്ചിരുന്നു, കക്കാനും അറിയാം, നിൽക്കാനും അറിയാം, സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി ആളെ പറ്റിക്കാനും അറിയാം. പലരും വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് അതിനെ സ്വാധീകരിച്ച് അദ്ദേഹം എവിടെയും നിൽക്കാൻ പഠിച്ചു. കാരുണ്യ പദ്ധതിയിലൂടെ അദ്ദേഹം എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആയിരക്കണക്കിന് അതോടുകൂടി അദ്ദേഹത്തിന് ഇമേജ് വർദ്ധിച്ചിരുന്നു. ജോസ് കെ മാണി സരിതാ നായരുടെ പാവാട അഴിച്ചോട് കൂടിയിട്ട് അല്ലെ ഇത്തരം കാര്യങ്ങൾ ചെയ്തോട് കൂടിയിട്ട് ജോസ് കെ മാണിയുടെ വിലയും നിലയില്ലാതെ ഈ സ്ഥലത്താണ് നമ്മുടെ ആര് വന്നത്?
നമ്മുടെ മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ എന്ന് പറഞ്ഞാൽ പ്രൗഢിയുള്ള പഴയ വോളിബോൾ പ്ലെയറാണ്, ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്, മാത്രമല്ല വോളിബോൾ പ്ലെയറാണ് അല്ലേ, വോളിബോൾ പ്ലെയറാണ്. അവരുടെ കുടുംബം എല്ലാവരും കുടുംബപരമായി ആ നാട്ടിൽ വിലയും നിലയുമുള്ള ഒരാളാണ്. അതിനൊക്കെ കൂടുതൽ ഈ മാണി സി കാപ്പൻ്റെ അപ്പനും അവർ വിളിക്കുന്ന അപ്പച്ചൻ, അത് ചെറിയാൻ കാപ്പൻ. ചെറിയാൻ കാപ്പൻ അവിടെ നിന്നുള്ള MP ആയിരുന്നു, പാർലമെൻറ്റ് മെമ്പറായിരുന്നു. 5 പൈസ മേടിക്കാതെ കടത്തിൽ മുങ്ങിയാണ് അയാൾ ഇല്ലാതാകുന്നത്. അതിനുശേഷം പിന്നെ വന്ന കേരള കോൺഗ്രസ്സുകാരെല്ലാം കാശുണ്ടാക്കൽ മാത്രമായി മുഖ്യ രാഷ്ട്രീയം. അപ്പോൾ ചെറിയാൻ കാപ്പൻ്റെ മകനാണ്. ആ ഒരു സിമ്പതി ഭയങ്കരമായിരുന്നു. ഒരു സിനിമാ നിർമ്മാതാവ് കൂടിയായ മാണി സി കാപ്പൻ ആ നാടിന് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് നാട്ടുകാരും വേണ്ടി അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നത്. ഇതിനിടയിലാണ് ഷോൺ ജോർജിന്റെ വരവ്. ഷോൺ ജോർജ് എന്ന് പറയുന്നത് നമുക്കറിയാം, കുശാഗ്ര ബുദ്ധിക്കാരനായ PC ജോർജിന്റെ മകനാണ്, പോരാട്ട വീര്യമുള്ള ആളാണ്. അദ്ദേഹം പിണറായി വിജയനെതിരെ കേസ് കൊടുത്തെങ്കിലും ഇപ്പോൾ പിടിച്ച അകത്താക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ പിടിച്ച അകത്താക്കിയിട്ടില്ല. പിണറായി വിജയനായിട്ട് അവിടെ ഡൽഹിയിൽ സെറ്റിൽമെന്റ് നടന്നു. ഷോൺ ജോർജ് അറിഞ്ഞിട്ടാണോ അറിയില്ല. പിണറായി വിജയൻ ഈ മക്കളിൽ നിന്ന് ആരും മോദിയോ അമിത്ഷായോ തൊടില്ല. ഇവിടെയൊക്കെ തൊടാത്ത കാരണം എന്താ? കച്ചവടമാണ്. ഇവിടെയൊക്കെ താരതമ്യങ്ങൾ വരുന്നുണ്ട്. ഈ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മൊഴിയില്ലാതെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജഗതിയുടെ മകളെയാണ്. അങ്ങനെ വ്യക്തിപരമല്ലേ, ഇതുവരെ മൊഴി ചൊല്ലിയിട്ടില്ല. അതിൽ എന്തെങ്കിലും ആവട്ടെ, അത് ഫാമിലി കാര്യം, നമ്മൾ അതിലേക്ക് പോകണ്ട. അവർ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, അത് വേറെ പ്രശ്നമാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ രാഷ്ട്രീയം പറയുമ്പോൾ ഷോൺ ജോർജ് എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ഇലക്ഷനിൽ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, 1 മാസത്തിനുള്ളിൽ പിണറായി വിജയൻ അകത്താവുന്നത്. മാസങ്ങൾ കഴിഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞു ഒരാൾ അകത്താവില്ല. കാരണം പിണറായിക്ക് അവിടെ ഡൽഹിയിൽ ഇവിടുത്തെ ഏത് BJP നേതാക്കന്മാർക്കാടും ബന്ധമുണ്ട്, അത് സെറ്റിൽ ചെയ്യും. ഷോൺ ജോർജ് ഒന്നും പിണറായിക്ക് ഒരു ഇതല്ല. എന്തൊക്കെ കാട്ടിക്കുട്ടി പിണറായി വിജയൻ PC ജോർജിനോട്. PC ജോർജ് തൻ്റെ അടുത്തോടെ പറഞ്ഞു പിണറായി വിജയൻ കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, 30 തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ മതവികാരം ഉണർപ്പെട്ടു എന്നിട്ട് രാജ്രാമൻ അറസ്റ്റ് ചെയ്യുകയും അതിൽ കൃത്യമായി നേരിട്ട് കണ്ട പിതാവിൻ്റെ ദുഃഖം കണ്ടിട്ടാണ് ഷോൺ ജോർജ് BJPയിൽ എത്തുന്നത്. ആ ഷോൺ ജോർജ് പോരാട്ടം നടത്തിയത്. എന്നിട്ട് എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞു ഷോൺ ജോർജെ ലാവ്ലിൻ കേസ് നടത്തിയ പരിചയമുണ്ട്. ഡൽഹിയിൽ പിണറായി വിജയന് വേണ്ടി അമിത്ഷായും നരേന്ദ്രമോദിയും CBI പ്രോസിക്യൂട്ടർ തുഷാർ മേത്തനെ കൊണ്ട് ഓരോ തവണയും കേസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധമാണ്. പിണറായി വിജയനെ ഭരിപ്പിക്കും. ഇവിടുത്തെ BJPക്കാരൻ, യഥാർത്ഥ BJPക്കാരൻ ആരാ? പിണറായിയാണ്. ആ പിണറായി വിജയൻ ഏറ്റവും വലിയ കേരളത്തിലെ BJPക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് അവിടുത്തെ അമിത്ഷായുടെ ഇവരുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ CPM മാറരുത് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ള രൂപത്തിൽ പിണറായി വിജയൻ എന്തൊക്കെ കേസുകളുണ്ട്, അതാണ് ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത്. അദ്ദേഹത്തെ തൊടാത്തതിന് കാരണം എന്താ? പിണറായി വിജയന്റെ ക്രിമിനൽ കേസുകളിലെല്ലാം തന്നെ അവിടുന്ന് സംരക്ഷിക്കുന്നു. മകനെയും മകളെയും മരുമകനെയും എല്ലാം സംരക്ഷിക്കുന്ന, അല്ല ഒരൊറ്റ ദിവസം കൊണ്ട് തൂക്കിയെടുത്തുകൊണ്ടേ ജയിലിൽ അടക്കേണ്ട തെണ്ടികളല്ലേ ഇവര്. തെണ്ടികളും ചെറ്റകളും മുമ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് ആരാ? പിണറായി തന്നെ. ആ പിണറായിന്റെ ശരിക്കുള്ള തെണ്ടി ചെറ്റ ആരാ? പരനാട്ടി ആരാ? അപ്പൊ ആ പിണറായിനെയും കൊണ്ട് നടക്കുന്ന പണിയാണ് BJPക്കാർക്ക്. എന്നിട്ട് ഇപ്രാവശ്യം എന്താണ്ടായ 2020 ഇല്ലാതാക്കി 2028 22 സീറ്റ് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും BJPന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച്. എന്താ വെച്ചാൽ CPM വോട്ട് ചെയ്യണം, തവണ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടുത്തെ BJP പ്രവർത്തകർ 99% ആർക്കെതിരാണ്? പിണറായിക്കെതിരാണ്. പിണറായി ഇവിടുത്തെ BJPയെ നശിപ്പിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഷോൺ ജോർജിനോട് എനിക്ക് പ്രത്യേകമായി താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹം വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ പാലയിൽ ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ അപ്പോൾ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പരമ തെണ്ടിയായ മോശക്കാരനായ ചെറ്റ എന്നൊക്കെ വിളിക്കാവുന്ന രൂപത്തിൽ സരിതയുടെ കഥ അറിയുന്നുള്ള ജോസ് കെ മാണി വേണോ? അന്തസ്സും കുലീനത്വമുള്ള പിന്നെ 2 പേരാണ് ഉള്ളത്, ഷോൺ ജോർജും മാണി സി കാപ്പനും വേണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഇപ്പോൾ BJPയുടെ കാര്യം സാറ് പറഞ്ഞു. BJPയുടെ സഹായത്തോടെ തന്നെയാണ് പിണറായി വിജയൻ തുടരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. BJPയെ സപ്പോർട്ട് ചെയ്യാൻ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പാലായിൽ CPM ഷോൺ ജോർജിൻ്റെ വിജയം ആ BJP ബന്ധം കൊണ്ട് മാത്രം ഇല്ലാതാവും. വോട്ട് കുറയും. കിട്ടേണ്ട BJP വെറുത്തിട്ടല്ല, BJP പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. CPMലെ വോട്ടടക്കം ഇത്തവണ മാണി സി കാപ്പിന് പോകാൻ സാധ്യതയുണ്ട്. അല്ലെ BJPയുടെ എല്ലാ വോട്ടും ഷോൺ ജോർജിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പൊതുവെ പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ കോട്ടയം ഒരു കൊടുങ്കാറ്റടിക്കുന്ന പോലെയാണ്
LDF-നെതിരെ ഉള്ളത്. അതിനിടയിൽ BJP കാണിക്കുന്ന ഈ വക്രത്തരം 2020 അടക്കം സീറ്റുകൾ കൊടുത്ത് CPM-ന് വോട്ട് മറിക്കാനുള്ള തന്ത്രം, എന്നിട്ട് UDF-നെ തോൽപ്പിക്കാനുള്ള തന്ത്രം, അത് BJP-യും കൊണ്ടേ പോകും. കേരളത്തിൽ BJP-ക്കുള്ള അടിത്തറ പൂർണ്ണമായി തകർക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത്തവണ എന്ന് കൂടി ഞാൻ കണക്കൂട്ടുന്നത്. ഈ രണ്ട് പാർട്ടികളിലും BJP-യിൽ CPM-നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് BJP-യുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ കേരള കോൺഗ്രസ് മാണിയിൽ CPM-നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് BJP-യെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടും. അതുകൊണ്ട് നമുക്ക് ഇത്തവണ സരിതയുടെ പാവാട അഴിച്ച ജോസ് കെ മാണി ദയനീയമായി തോൽക്കും. ഷോൺ ജോർജോ മാണി സി കാപ്പനോ പാലയിൽ ജയിക്കുന്നത്? അത് സംശയം വേണ്ട. ഇപ്പോഴത്തെ പ്രസിൽ ഇന്നിപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ അത് മാണി സി കാപ്പനായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഞാൻ പ്രത്യേകം പറയുന്നത് എൻ്റെ സുഹൃത്താണ് അപ്പുറത്ത് ഷോൺ ജോർജ്. മാണി സി കാപ്പനെ നല്ല ബന്ധമാണ്. പക്ഷേ ഇലക്ഷനിൽ അവരിൽ ഒരാൾ ജയിക്കും. ഷോൺ ജോർജ് ജയിക്കുകയാണെങ്കിൽ ചരിത്രമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ട് കൊണ്ട് മാത്രമാണ്, BJP-യുടെ വോട്ട് കൊണ്ടല്ല ജയിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അവിടെ സഭയുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന പോരാട്ടം നടത്തിയിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റാത്തത് അദ്ദേഹം പിണറായി വിജയനുമായിട്ട് കേന്ദ്ര നേതൃത്വത്തിലുള്ള ധാരണയാണെന്നും കൂടെ ഞാൻ അദ്ദേഹത്തോട് അന്ന് പറഞ്ഞിട്ട് അത് സത്യമാണ് തെളിഞ്ഞിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.